Okay, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ നോൺ നെറ്റ്വർക്ക്സ് എന്ന ടോപ്പിക് ആണ്. സോ മൊഡ്യൂൾ 3 പാർട്ട് 2 ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ന്യൂറോൺ, അതായത് BNN എന്ന് പറയും. ബയോളജിക്കൽ നോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫസ്റ്റ്. സോ ദ ഹ്യൂമൻ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് നെർവ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. അപ്പൊ നമ്മുടെ ഓരോ ബ്രെയിൻസ്, അതായത് ഓരോരുത്തരുടെ ബ്രെയിൻസിൽ ന്യൂറോൺസ് ആണ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നെർവ് സെൽസ് ഉണ്ടാവും, അതായത് ഓരോ ബില്യൺസ് ഓഫ് നെർവ് സെൽസ് ഉണ്ടാവും. അതിന്റെ പേരാണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈച്ച് ന്യൂറോൺ റിസീവ്സ് ഇൻഫോർമേഷൻ ഫ്രം അതർ ന്യൂറോൺസ് ത്രൂ ഡെൻഡ്രൈറ്റ്സ്. അതായത് രണ്ട് ന്യൂറോൺ കണക്ട് ചെയ്യുന്ന ഒരു പാത്തിനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സിഗ്നൽസ് ആർ പ്രോസസ്ഡ് ഇൻ ദ സെൽ ബോഡി, അതായത് ന്യൂക്ലിയസ്, ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് വയ ദ ആക്സോൺ. ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. സോ the connection point between two neurons is called the synapse. ഇതൊക്കെ നമുക്ക് ബയോളജി ബേസ് ചെയ്തിട്ടുള്ള +1 +2 അതേപോലെ തന്നെ 10th പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഡെൻഡ്രൈറ്റ്സ് റിസീവ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം ദ അതർ ന്യൂറോൺസ്. The signals are summed up inside the neuron, and if the total signal is strong enough, the neurons fire an electrical impulse through its axon to other neurons. അങ്ങനെയാണ് വർക്കിംഗ്. അതായത് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. സിനാപ്സിലെ ഓരോ ന്യൂറോൺസ് വഴി സിനാപ്സ് വഴി എന്തിക്ക് പോകും? ന്യൂക്ലിയസിലേക്ക് പോകും. ആക്സോൺ വഴി പോകും, ഡെൻഡ്രൈറ്റ്സ് വഴി ഇങ്ങനെ പോയിട്ട് ഇൻഫർമേഷൻ റിസീവ് ത്രൂ ഡെൻഡ്രൈറ്റ്സ്. അതായത് ഡെൻഡ്രൈറ്റ്സ് കൂടെയാണ് റിസീവ് ചെയ്യുക ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വയ ദ ആക്സോൺ ടു അതർ ന്യൂറോൺസ് ത്രൂ ദ സിനാപ്സ്. അതായത് ഡെൻഡ്രൈറ്റ്സ് കൂടെ വരും, ന്യൂക്ലിയസിൽ കൂടെ സമപ്പ് ചെയ്തിട്ട് ആക്സോൺ കൂടെ പോയിട്ട് സിനാപ്സ് വഴി എല്ലാ ന്യൂറോൺസിലേക്ക് എത്തിക്കും. ഇതാണ് എന്ത് ആർട്ടിഫിഷ്യൽ, അതായത് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് എന്ത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. അതായത് ബയോളജിക്കൽ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ല്, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള സെൽസിനെയാണ് പറഞ്ഞത് ബയോളജിക്കൽ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ മോഡലാണ് എന്ത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. സോ an artificial neuron is a mathematical model inspired by the biological neuron. ബയോളജിക്കൽ ന്യൂറോൺ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ് എന്ത് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. സോ ഇറ്റ് ആക്സെപ്റ്റ്സ് multiple inputs such as x1, x2, xn വരെ ഇൻപുട്ട് ചെയ്യും. ഈച്ച് ഹാവിങ് എ വെയിറ്റ് W1, W2, Wn. ഇതൊക്കെ എന്താ നമുക്ക് പഠിക്കാവുന്നതാണ്. സോ എ ബയാസ് ടേം ഈസ് ഓൾസോ ആഡഡ് ടു ഷിഫ്റ്റ് ദ ആക്ടിവേഷൻ ത്രെഷോൾഡ്. അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് മനസ്സിലാക്കാം. സോ നെറ്റ് ഇൻപുട്ട്, അതായത് നെറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y എന്ന് പറയുമ്പോൾ എന്താണ് W1 x1 പ്ലസ് W2 x2 പ്ലസ് അങ്ങനെ W1 xn പ്ലസ് ബയാസ്. അതാണ് നമ്മുടെ എന്ത് നെറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് നമുക്ക് y ആണ് വരുന്നത്. y എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഓഫ് y. ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. വേർ f is an activation function that decides whether neuron should fire or not. അപ്പോൾ കുറെ നമുക്ക് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. സിഗ്മോയിഡ്, ടാനച്ച്, എലു, അങ്ങനത്തെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അത് എന്താന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. സോ ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിൽ എന്തൊക്കെയാണുള്ളത്? ഇൻപുട്സ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബയാസ് ഉണ്ട്. ഈ മൂന്നെണ്ണമാണ് എന്ത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിലുള്ള സംഭവം. സോ ഇൻപുട്ടിന്റെ വഴി നമ്മൾ എന്ത് സമ്മേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം, പ്ലസ് ഒരു ബയാസും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യണു ആക്ടിവേഷൻ ഫംഗ്ഷൻ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത്. ഇതാണ് സംഭവം. അതായത് x1 x2 പോലുള്ള സാധനങ്ങളൊക്കെ മൾട്ടിപ്ലൈഡ് ബൈ ദ കറസ്പോണ്ടിങ് വെയിറ്റ്സ്. അതായത് x1 ആണെങ്കിൽ ഇവിടെ W1, x2 ആണെങ്കിൽ ഇവിടെ W2, ആൻഡ് സം എല്ലാം വിത്ത് ബയാസ് ടേം B. The result passes through an activation function f of y to produce the output y. This is the computational equivalent of how a biological neuron fires. അതായത് ഇങ്ങനെയൊക്കെയാണ് ഒരു ബയോളജിക്കൽ ന്യൂറോൺ ഫയർ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ സംഭവം ഉണ്ടാക്കിയത്. സോ ഇതാണ് എന്ത് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ. അതായത് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഫിഗർ വരച്ചു കൊടുക്കുക. സോ സ്ട്രക്ചർ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. സ്ട്രക്ചർ ഉണ്ട്, ഒരു ANN ഒരു സ്ട്രക്ചർ ഉണ്ട്. ANN എന്നാണ് നമുക്ക് മെയിൻ പറയാറ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്. ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് ന്യൂറോൺസ്. എന്തൊക്കെയാണ്? ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഹിഡൻ ലെയർ ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. ഹിഡൻ ലെയർ ആകെ വരുന്നുണ്ടാവുള്ളൂ, അതായത് ഇൻപുട്ട് ലെയർ ആകെ വരുന്നുണ്ടാവുള്ളൂ. ഹിഡൻ ലെയർ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലെയർ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻപുട്ട് ലെയർ എന്താണ്? ആക്സെപ്റ്റ് ദ ഇൻപുട്ട് ഡാറ്റ, അതായത് ഇൻപുട്ട് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. ഹിഡൻ ലെയർ എന്താ ചെയ്യുക? പ്രോസസ് ഡാറ്റ യൂസിങ് വെയിറ്റ്സ് ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. അതായത് വെയിറ്റ്സും അതേപോലെ തന്നെ ആക്ടിവേഷൻ ഫംഗ്ഷനും വെച്ചിട്ട് പ്രോസസ് ചെയ്യുന്ന ഡാറ്റയാണ്. ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവുക പ്രൊഡ്യൂസ് ദ ഫൈനൽ പ്രൊഡിക്ഷൻ ഓർ ക്ലാസിഫിക്കേഷൻ.
പ്രഡിക്ഷൻ ടാസ്ക് ആണ്, പ്രഡിക്ഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്യും. ഇതാണ് എന്ത് 3 ലെയേഴ്സ്: ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയർ. പിന്നെ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ അട്രിബ്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്. അതായത് ഇൻപുട്ട് റിസീവ്സ് data features, hidden layer learns internal representations, and the output layer provides the final decision or value. Each connection between neurons has an associated weight that is updated during training. അതായത് ഓരോ ലെയറിനും ഓരോ ഫിസിക് വെയിറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് എന്ത് ANN എന്ന് പറഞ്ഞത്. ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്താണെന്ന് മനസ്സിലാക്കുക, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. സോ വൈ ഡു വി നീഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്? എന്തുകൊണ്ടാണ്? ഇപ്പൊ ട്രഡീഷണൽ അൽഗോരിതംസ്, അതായത് ലീനിയർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, ഇതൊക്കെ സ്ട്രഗിൾ വിത്ത് കോംപ്ലക്സ് നോൺ ലീനിയർ ഡാറ്റ. അതായത് നോൺ ലീനിയർ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയമെൻഷണൽ ഡാറ്റയില് അതായത് ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സോറിന്റെ ഗേറ്റ് എന്ന് വെച്ച് നോക്കും. ഈ പ്രോബ്ലം ഇതിൽ വരുന്നുണ്ട്, ഈ ടോപ്പിക്കിൽ വരുന്നുണ്ട്. അപ്പൊ എക്സോർ ഗേറ്റ് നമുക്ക് നോൺ ലീനിയർ ഡാറ്റ, അതായത് ഒരു ലൈൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് വേണ്ടത്. അതായത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊക്കെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ആവശ്യം. സോ ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്യാൻ ലേൺ patterns automatically from large data sets. They are powerful in applications like image and speech recognition, natural language processing, NLP, medical diagnosis, fraud detection. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്ത് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ മെയിൻ ആയിട്ടുള്ള ആവശ്യം. ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണ് ചെയ്യുക? ലേൺസ് പാറ്റേൺസ് ഓട്ടോമാറ്റിക്കലി ഫ്രം ലാർജ് ഡാറ്റ സെറ്റ്സ്. ഓരോ ഡാറ്റ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. അതൊക്കെയാണ് എന്ത് ചെയ്യുക, ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ബയോളജിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ഇതാണ് ജസ്റ്റ് ഇത് ഈ തേർഡ് മോഡ്യൂളില് ഒന്നെങ്കിൽ ഇപ്പോൾ 3 മാർക്സിന് ചോദിക്കാനുള്ളതും അല്ലെങ്കിൽ ഒരു 6 മാർക്സ് ആരെങ്കിലും ചോദിക്കും. ഇത് ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ബയോളജിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഒരു മെയിൻ ടോപ്പിക് ആണ് കേട്ടോ. ഇത് ഈ ടേബിൾ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാനാണ്. ബേസിക് യൂണിറ്റ് എന്താണ്? ഇവിടെ ബയോളജിക്കൽ ന്യൂറോൺ ആണെങ്കിൽ അവിടെ എന്താണ്, ആർട്ടിഫിഷ്യൽ ന്യൂറോൺ ആണ്. അതായത് മാത്തമാറ്റിക്കൽ ന്യൂറോൺ ആണ് ഇവിടെ നെർവ്സ് എല്ലാം. സ്പീഡ് എന്തായിരിക്കും? വെരി ഫാസ്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പൊ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമുക്കൊരു പാനിന്മേൽ കൈ വെച്ച് കഴിഞ്ഞാൽ ചൂടാന്ന് മനസ്സിലാക്കി അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ANN ആകുമ്പോൾ എന്തുണ്ടാവും, അത് ചൂടാന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അതാണ് ഒരു ടൈം വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വെരി ഫാസ്റ്റ് ആയ ഏതാണ് BNN ആണ്. സ്ലോവർ ആണ് എന്താണ് ANN. കാരണം എന്താ, ഡിപ്പെൻസ് ഓൺ കമ്പ്യൂട്ടേഷണൽ പവർ. കമ്പ്യൂട്ടേഷണൽ പവർ കൊടുത്താൽ മാത്രമാണ് എന്ത് ഈ ANN വർക്ക് ചെയ്യുള്ളൂ. സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹൈലി കോംപ്ലക്സ് ആണ് ആൻഡ് ഡൈനാമിക് നെറ്റ്വർക്ക്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാവും. ഇതിൽ എന്താണ്, ഓർഗനൈസ് ലെയേഴ്സ് ഓഫ് ഇന്റർകണക്റ്റഡ് നോട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ലേണിംഗ് മെക്കാനിസം എന്താണ്, ലേൺസ് ത്രൂ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇൻ സിനാപ്സ്. സിനാപ്സ് വഴി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കി മാത്രമാണ് എന്ത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ എന്താണ്, ലേൺസ് ത്രൂ അഡ്ജസ്റ്റിംഗ് വെയ്റ്റ്സ് വിത്ത് യൂസിങ് അൽഗോരിതം ലൈക്ക് ഗ്രേഡിയന്റ് ഡിസെൻഡിങ്. അങ്ങനത്തെ ഗ്രേഡിയന്റ് ഡിസെൻഡിങ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഇവിടെ ലേൺ ചെയ്യുക. അഡാപ്റ്റബിലിറ്റി എന്താണ്, എക്സ്ട്രീം അഡാപ്റ്റബിലിറ്റി ആൻഡ് ദെൻ സെൽഫ് റിപ്പയർ. ഇവിടെ സെൽഫ് റിപ്പയർ ഉണ്ട്. അതായത് ഇപ്പോൾ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ പുതിയ സെൽസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. സോ ഇവിടെ എന്താണ്, ലിമിറ്റഡ് അഡാപ്റ്റബിലിറ്റി ആണ് ഇത് ANN-ലുള്ളൂ. ഡിപ്പെൻസ് ഓൺ ട്രെയിനിങ് ഡാറ്റ. അതായത് ട്രെയിൻ ഡാറ്റ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് അഡാപ്റ്റബിലിറ്റി നമുക്ക് നോക്കുക. പിന്നെ എനർജി കൺസപ്ഷൻ. ഇവിടെ എന്താണ്, ബയോളജിക്കൽ നെറ്റ്വർക്കിൽ എനർജി നമുക്ക് പുറത്തുനിന്നുള്ള എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെരി ലോ ആണ് എന്ത് എനർജി കൺസപ്ഷൻ. തന്നെ ഹൈ കമ്പ്യൂട്ടേഷണൽ പവർ ആണ് ആൻഡ് എനർജി യൂസേജ് ഉണ്ടാവും. പിന്നെ പ്രോസസിംഗ് ടൈപ്പ് എന്താണ്, പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ 2-3 വർക്ക്സ് മെയിൻലി ചെയ്യാം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്, മൾട്ടി ടാസ്കിങ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾക്ക് പഠിക്കുക, അതായത് ഒരേ സമയത്ത് തന്നെ പഠിക്കുക, ഒരേ സമയത്ത് തന്നെ ഗെയിം കളിക്കുക, ഒരേ സമയത്ത് തന്നെ സിനിമാസ് കാണാം, അങ്ങനെ അങ്ങനെ. അതൊക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് വർക്ക്സ് കൂടി നടക്കുന്ന സാധനമാണ് എന്ത് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കൂടിയത് ഏതാണ്, BNN ആണ്. ANN മോസ്റ്റ്ലി പാരലാണ്, പക്ഷെ ഡിപ്പെൻഡിങ് ഓൺ ഹാർഡ്വെയർ. അതായത് നല്ലൊരു ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് മോസ്റ്റ്ലി പാരലൽ നമുക്ക് ചെയ്യാൻ, പാരലൽ വർക്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സിസ്റ്റം അത്രയ്ക്ക് ഹൈ ആണെങ്കിൽ മാത്രമാണ് എന്ത് പാരലൽ പ്രോസസ്സിംഗ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു മെയിൻ ടോപ്പിക് കൂടി നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ. അതായത് ഇവിടെ കോസ്റ്റ് എന്തായിരിക്കും,
ഇത് ഹൈ ആയിരിക്കുക. ഇതിന് കോസ്റ്റ് BNN കോസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് വെരി ലോ ആയിരിക്കും, അല്ലെങ്കിൽ നോ കോസ്റ്റ് എഴുതുക. പിന്നെ എക്സാമ്പിൾ എന്താണ്? ഹ്യൂമൻ ബ്രെയിൻ ആണ് ഇതിന്റെ മെയിൻ എക്സാമ്പിൾ, ബയോളജിക്കൽ കൊണ്ടുവരുന്നത്. ഇവിടെ എന്താണ്? മെഷീനറി മോഡൽസ്, ഡീപ് ലേണിംഗ് ആർക്കിടെക്ചേഴ്സ് നോക്കാം. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെ പറയാം? ക്യാൻ ലേൺ കോംപ്ലക്സ് നോൺ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്സ്. വർക്ക്സ് വെൽ വിത്ത് ലാർജ് ഡാറ്റാ സെറ്റ്സ്, ക്യാൻ ജനറലൈസ് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ് ഫോർ അൺസീൻ ഡാറ്റ, reduces the need for manual feature extraction and feature engineering, applicable to various domains such as vision, speech, natural language, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനായിട്ട് നമുക്ക് AI ഉപയോഗിക്കാം. ഡിസഡ്വാൻറ്റേജ് എന്താണ്? റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് കമ്പ്യൂട്ടേഷൻ പവർ. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. ട്രെയിനിങ് ക്യാൻ ടേക്ക് എ ലോങ് ടൈം ആൻഡ് മേ ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോക്കൽ മിനിമ. അതായത് ചിലപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു സംഭവത്തിൽ നമുക്ക് ആ ന്യൂറൽ നെറ്റ്വർക്ക്സ് കട്ടായി കഴിഞ്ഞാൽ അവിടെ തന്നെ ലോക്കൽ മിനിമയിൽ സ്റ്റക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആക്ട്സ് ആസ് എ ബ്ലാക്ക് ബോക്സ്. ഇന്റേണൽ വർക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. സെൻസിറ്റീവ് ടു ഹൈപ്പർ പാരാമീറ്റർ ചോയ്സ്. ലേണിംഗ് റേറ്റ്, ലേയേഴ്സ്, അതൊക്കെ നമുക്ക് പറഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. ആൻഡ് പ്രോൺ ടു ഓവർഫിറ്റിംഗ് ഇഫ് നോട്ട് പ്രോപ്പർലി റെക്കഗ്നൈസ്ഡ്. ഒരു സമ്മറി പറയുകയാണെങ്കിൽ എന്തൊക്കെ പഠിച്ചു? ഹ്യൂമൻ ബ്രെയിൻസിന്റെ ന്യൂറോൺസും അതേപോലെ തന്നെ അതിൽ നിന്നാണ് ഇത് ANN ഇൻസ്പയർ ചെയ്തിട്ട് അല്ലെ ANN അതിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിട്ട്. അതേപോലെ തന്നെ these artificial neuron combines weight input and passes through the result through an activation function. അതായത് ആക്ടിവേഷൻ ഫംഗ്ഷൻ കൂടെ പാസ് ചെയ്തിട്ടാണ് എന്ത് ഔട്ട്പുട്ട് കിട്ടുക. ANN consists of input, hidden and output layers. പിന്നെ neural networks helps solving complex real world problems by learning non-linear patterns. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പെർസെപ്ട്രോൺ മോഡലിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ.